സോ ഗൈസ്, ദുബായ് സീരീസിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എന്നും സ്വാഗതം പറയുന്നത് ഇതേ ലൊക്കേഷനിലാണോ അല്ലെ? സോ നമ്മൾ ഇന്ന് പുറപ്പെടുന്നത് അബുദാബിയിലേക്കാണ്. ഓക്കെ, അബുദാബി പിന്നെ ഷെയ്ഖ് സയദ് പാലസും മസ്ജിദും എന്താണ് കാണാൻ 1-2 ഗസ്റ്റ് ഫ്രണ്ട്സും കൂടാതെ സഫാരി നമ്മൾ അബുദാബിയിലാണ് ചെയ്യുന്നത്. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വണ്ടി താഴത്ത് വന്നിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ, നമ്മൾ ലിഫ്റ്റ് വന്നു, നമ്മൾ ലിഫ്റ്റിൽ കയറി ഇനി നമ്മൾ നേരെ വിടും. നമ്മളിന്ന് പുറപ്പെടാൻ ദുബായിക്കാട്ടോ. നമുക്കിന്ന് ടാക്സി വിളിച്ചിരിക്കുകയാണ്. ടാക്സി അല്ല, നമ്മളെ ഒരു വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലേക്ക് നമ്മൾ ദുബായിലേക്ക് പോകും, അബുദാബിയിലേക്ക്. അബുദാബി നമുക്ക് എത്ര സോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് അബുദാബിയിലേക്കാണ്. ഓക്കെ, ഒരാഴ്ചത്തോളമായി നമ്മളിപ്പോൾ ദുബായിൽ തന്നെ കണ്ടിന്യൂസ് ആവുന്നത്. ഇന്ന് നമ്മൾ അബുദാബിയിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ വലിയൊരു മസ്ജിദും കൂടാതെ പാലസ്, കൂടാതെ നമുക്ക് കുറച്ച് നാട്ടുകാർ ഉണ്ട്, കുടുംബക്കാരുണ്ട്, അവരൊക്കെ ഒന്ന് കാണാൻ പറ്റിയാൽ കാണണം. പിന്നെ മെയിനായിട്ട് നമുക്കവിടെ ഈവനിങ്ങിൽ പിന്നെ ഡിസേർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നല്ല ഡിസേർട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഡിസേർട്ട് അവിടെ അങ്ങ് പ്ലാൻ ചെയ്തു. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാനിങ്. ഡിസേർട്ട് ഈ എപ്പിസോഡിൽ കൊള്ളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വലിയൊരു എപ്പിസോഡാവും. അതുകൊണ്ട് ഡിസേർട്ട് ചിലപ്പോൾ അടുത്ത വീഡിയോയിലുണ്ടാവും. സോ നമുക്ക് പാലസും പിന്നെ മസ്ജിദൊക്കെ ഇതിൽ കാണാം. ഓക്കെ, അബുദാബിക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ രസമുണ്ട് കേട്ടോ. അതായത് സ്റ്റാർട്ടിങ്ങിൽ സിറ്റിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ നേരെ നമ്മൾ സൗദി അറേബ്യയിലത്തെ ആ റോഡ് പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം അതുപോലത്തെ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം അബുദാബിയിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങുകയാണ്. ഓക്കെ, ഇവിടെ തന്നെ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി പ്ലാനിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. കാരണം ഡെസേർട്ട് കഴിഞ്ഞ് വരുമ്പോൾ രാത്രി അവിടേക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് അമ്പലം ഞങ്ങൾ തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അമ്പലം മാത്രമല്ല, ഇവിടെ ഒരു നല്ലൊരു മ്യൂസിയം ഉണ്ട്, ഒരു അക്വേറിയം ഉണ്ട്. ശരിക്കും കാണേണ്ടി തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൊക്കെ കാണാതെ. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ 3 ചെയ്ത് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് അവിടെ അബുദാബിയിലെ എയർപോർട്ട് കേട്ടോ. ഓക്കെ, അബുദാബിയിൽ ഇതാ ആ പള്ളിൻ്റെ അവിടേക്കുള്ള കുറെ കൂടെ കയറി ഇതാ വരുന്നു. ഇതാ കണ്ട, നമ്മൾ പള്ളിൻ്റെ അവിടേക്ക് എത്തി കേട്ടോ. ആ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി ഉള്ളത് ഗേറ്റ് നമ്പർ 6 കേട്ടോ. പള്ളിയിലേക്കുള്ള എൻട്രി ആണത്. പള്ളിയിലേക്ക് എത്തി. പള്ളിൻ്റെ അവിടുന്ന് 4ാമത്തെ അണ്ടർഗ്രൗണ്ടിൽ വന്നിട്ട് വണ്ടി നിർത്തി. 4ാമത്തെ നോക്കണ്ട, ഇനി അവിടെ സമാധാനമുണ്ട്. മോൾക്ക് നോക്കാം, ഫുഡ് കോർട്ട് ഉണ്ട്. സമാധാനമായി. ഇവിടെ വിളിക്കണ്ടേ? മക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ മോസ്ക് വിസിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ മോസ്കിലേക്ക് പോകേണ്ട ആൾക്കാർ നമ്മൾ പോകേണ്ടത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വഴി വണ്ടിയിൽ പാർക്കിങ്ങിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് കയറാം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ മോളെ ഒരു ദിബ എന്ന് പറയുന്ന കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ ഇവിടെ അബുദാബി തന്നെയാണ്. അപ്പോൾ അവൾ നമ്മളിവിടെ കാണാൻ വന്നിരുന്നു. അതുകൊണ്ട് അവളെ കാണലും ഇതാണ് ദിബ. അതിൻ്റെ മോനും ഉണ്ട്. ഓക്കെ, ദിബിൻ്റെ മോനും കൂടി നമ്മൾ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ അവരെ നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ ഇവിടേക്ക് പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഓൺലൈനിൽ ഒരു ഫ്രീ ആണ് പാസ്, പക്ഷേ ഒരു രജിസ്റ്റർ ഉണ്ട് കേട്ടോ. കൂടാതെ പർദ്ദ ദുബായിൽ മൊത്തം നിങ്ങൾ എങ്ങനെ അയച്ചിട്ടുണ്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ പർദ്ദ മസ്റ്റാണ്. കൈ മറിഞ്ഞിരിക്കണം, പിന്നെ കാലിൻ്റെ അവിടെ അങ്ങനത്തെ പർദ്ദ പോലത്തെ ഡ്രസ്സ് വേണം. ഇനി അങ്ങനത്തെ ഡ്രസ്സ് എല്ലാം നമ്മൾ ഇട്ടിക്കണമെങ്കിൽ ഇവിടെ വന്ന റെൻറ്റിന് ആ ഡ്രസ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടുന്ന് റെൻറ്റിന് എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം.
നല്ല അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ കുറേ നേരമായി നടക്കണം. ഇതന്നെ നമ്മൾ ദുബായ് മോൾക്ക് പോയിരുന്നില്ലേ, അവിടെ കുറേ കടകളുണ്ട്. ഇവിടെ കടകളില്ല. ഇങ്ങനെ അത് അത്യാവശ്യം നടക്കാം. എക്സ്ലേറ്ററിന് പോകുന്നവർക്ക് എക്സ്ലേറ്ററിന് പോവാം. ഞങ്ങൾക്ക് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഞങ്ങൾ എക്സലേറ്ററും കുറച്ച് നടക്കുകയാണ്. കണ്ടോ ഇങ്ങനെ ഇല്ല, ഫുൾ സെൻട്രലൈസ് ചെയ്യാണ്, ചൂടില്ല, നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. ഓക്കെ നടക്കണ ആൾക്കാർ വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിയിലും പോട്ടെ, ഫ്രീ സർവീസാണ്. എന്നാൽ കാത്ത് നിൽക്കണം, കുറേ ക്യൂ ഉണ്ടാവും. അത് കാത്ത് നിന്ന് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. ഇനി അതാ മോൾക്ക് പോകാൻ എക്സ്ലേറ്റർ അതഞ്ഞ് എക്സ്ലേറ്ററാണ് കേട്ടോ. രമിയും മുത്തുമോളും പിന്നെ രമീഷൻ്റെ ഫ്രണ്ടും 2 കുട്ടികളും അവരവിടെ നിന്നു. അവർ ലിഫ്റ്റിൽ വരും, ഞങ്ങൾ എസ്കലേറ്ററിലോട്ട് പോകുന്നു. ഞാനിത് ഹായ് എന്ന് പറയണം. ഇത് വരണ്ടോ ഞാൻ മെയിൻ ഭാഗം ഗൈസ് നമുക്ക് കാണാൻ തന്നെ അടിപൊളി ഒരു സംഭവമാണ്. പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കണ്ണ് കുളിച്ചു. ഓക്കെ, ആ വെള്ള മാർബിൾക്ക് നോക്കിയിട്ട് വേറെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉള്ളിൽ കയറി. ഇത് നല്ലൊരു ഏരിയ. ആ മോളുടെ ലൈറ്റൊക്കെ കണ്ടോ, അതിൻ്റെ പോലത്തെ വർക്കുകൾ കണ്ടോ, സംഭവം ഒരു 1.5 വർക്കാണ്. ഓക്കെ, ഇത് നമ്മൾ മൈസൂർ പാലസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ കയറ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ വിടുന്നില്ല, ഒരു വൈക്കിന് കൊടുത്തൊരു വയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെ സിസ്റ്റമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ബാർകോഡ് അവർ നമ്മളെ സ്കാൻ ചെയ്യുന്നുണ്ട് ചില ഏരിയയിൽ കയറുമ്പോൾ. അപ്പോൾ അത് ബാർകോഡ് മിസ്സാക്കരുത്, അത് നമ്മൾ മൊബൈലിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ്. യൂൻസിനെ കിട്ടി. എന്റെ പഴയ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ യൂൻസിനെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ, ആ യൂൻസാണ് ഈ യൂൻസ് കേട്ടോ. ഇപ്പൊ അബുദാബിയിൽ വെച്ച് പിടിച്ചു. ലവ് ലെറ്റർ ഓരോ കൊടുത്തത് ഞാൻ ഏതൊരു ലവ് ലെറ്റർ പോകുന്നുണ്ട്. ഇതിന് മറുപടി പോയി എനിക്ക് അയച്ചു തരും എന്റെ പോസ്റ്റ്മാന്. ശരി, ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്യും. ഞാൻ വിളിക്കാം. ഞങ്ങൾ ഇന്ന് വൈകിട്ട് നൈറ്റിൽ വിടും. നൈറ്റിൽ ദുബായിക്കിനെ പോകും. ആടാ ഇത് പിന്നെ നോക്കുന്നത് ഓന്റെ ബോഡിയുമായി യൂട്ടിലൈസ് ചെയ്ത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ പറയരുത്, നേരെ തിരിച്ചാ തോന്നിക്കുക. വീഡിയോ ഫോട്ടോ എടുത്തില്ലല്ലോ. ആ സൈഡിനാണ്. അപ്പൊ ഞങ്ങള് പോവാറുണ്ടോ? ബൈ ബൈ.
അങ്ങനെ അപ്പോൾ ഞങ്ങളതാ എക്സിറ്റിലേക്ക് പോകണ്ടോ കാരണം ഇത് പള്ളി കണ്ടു ഞങ്ങളിനി എക്സിറ്റിലോട്ട് പോകും അബുദാബിയിലുള്ള ഇതൊന്ന് മർഹബ മന്തി നഹദി മന്തി പോയതി മന്തി കൊണ്ടേ മർഹബ മന്തി ഒന്ന് മതി അത് മതി അല്ലേ മതി എന്തേ അത് മാമു ആണ്ടേ ഭക്ഷണം കഴിക്കാനാണോ അത് ഭക്ഷണം കഴിക്കാനാണ് മാമ കഴിക്കണ്ട എനിക്ക് മൂന്ന് പ്ലേറ്റ് കുറച്ച് റൈസ് അഡീഷണൽ വേറെ മന്തി റൈസ് പിന്നെ കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് വേണ്ട തണുത്ത വെള്ളമുണ്ട് ഇപ്പഴ് ചോറ് മേടിച്ചു തരുന്നത് ഈ മാമു മേടിച്ചു തരുന്നത് ഞാൻ കേട്ടാ അനു ഇവിടെ അനു മാമു വേണം അതെ മുത്തുമോള് വന്നിക്കണേ മാമു വേണം ഇനി മുത്തുമോൾക്ക് പറഞ്ഞു അമ്മു വേണം മാമു വേണം മുത്തുമോള എവിടെ ഇരിക്കണ്ടേ മുത്തുമോള സീറ്റ് പറഞ്ഞു കൊടുക്ക് മുത്തുമോളെ വിളിച്ചു കൊടുത്തിട്ട് സീറ്റിൽ ഇരുത്ത് പ്ലഗ് ഇവിടെ കുത്തിയ ചാർജർ അടിപൊളി കുത്തിയൊക്കെ എന്നോട് അല്ല മുത്തുമോളെ വിളിച്ചു കൊടുത്തിട്ട് സീറ്റിൽ ഇരുത്ത് ഉമ്മ വന്നോളൂ മുത്തുമോള എവിടെ ഇരിക്കണ്ടേ മുത്തുമോള എവിടെ ഇരിക്കേണ്ടത് ഇങ്ങോട്ട് വാ അവിടെ ഇരിക്കടി അവിടെ ഇരിക്കും നീ റയാൻ എവിടെ ഇരിക്കണ്ടേ അവിടെ ഇരിക്ക് അപ്പൊ ഇനി റയാനോട് ഇരിക്കണ്ടേ അവളോടൊക്കെ പോയിരിക്കും ഇമ്മ എവിടെ ഇരിക്കണ്ടേ ഷോക്സ് വരെ മന്തിന്റെ സ്നേഹം ഇത് ബിരിയാണിന്റെ സ്നേഹം കുടിച്ചോ മോനെ ഇപ്പൊ കുടിച്ചോ മന്തിന്റെ സ്നേഹം ഇജവിടെ ഇരിക്കാ നീ പപ്പക്കുട്ടിയാണ് അനുവോ ഇത് പപ്പക്കുട്ടിയാണ് ഇപ്പാന്റെ കുട്ടിയാണോ അനു കേക്കിന് കാസർഗോഡ് ചട്ടച്ചാലുള്ള ഒരാൾ നമ്മളെ ഫ്രണ്ടുണ്ട് ഞാന് കാസർഗോഡ് കാഞ്ഞങ്ങാണ്ടായിരുന്നു ഇത്തമ്മല് ഇനി ഒന്നും പറയാനല്ലേ ഇത് ബീഫ് ഇത് ചിക്കന് ഇനി ഒന്നുകൂടി വരാൻ ഇത് കുറച്ച് അവിടെ നിന്ന് എടുത്തോ നിങ്ങൾക്ക് എടുത്തപ്പോൾ ഓള് കഴിപ്പിക്കണം സൈഡ് കൊടുക്ക് ഒരു പ്ലേറ്റ് കൊണ്ട് വേണം ഇത് മാമുന്ന് മക്കളപ്പോൾ യുദ്ധം കഴിഞ്ഞു കളം ഒഴുകി ഞങ്ങൾ പോവാണ് ഓക്കെ ഇനി നെക്സ്റ്റ് പാലസ് നല്ല ചായ കിട്ടും നല്ല ചായ ഇടാം പുതിയിലിട്ട ചായ അയക്കണോ ഞാൻ ബില്ല് അടിച്ചോളി സോ ഗൈസ് നമ്മളിപ്പോ ഇതാ അബുദാബിയിലുള്ള പാലസിന്റെ എൻട്രിയിലേക്കാണ് ഈ വരുന്നത് കേട്ടോ ഓക്കെ സമയം ഞങ്ങളത് വളരെ കുറവാണ് നമ്മൾ പള്ളിയിൽ ഇറങ്ങുമ്പോൾ നേരം വഴുകി പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി നമ്മൾ കൂടെ ഫാമിലിയും കുട്ടികളൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഒരു ഡിലേ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പാലസിൻ്റെ അവിടെ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല ജസ്റ്റ് പാലസ് കാണുന്നു വിടുന്നു കാരണം നമുക്ക് ഡിസേർട്ടിൽ പോകണം അവിടെ നമുക്ക് ബുക്കിംഗ് ആണ് 4 മണിയാകുമ്പോൾ
അവിടെ 4:30 5 മണിക്ക് ക്യാമ്പിലെത്തണം അല്ലേ? ഇവിടെ ഇപ്പോൾ ഓൾറെഡി സമയം 3:45 3:45 ഓക്കെ 3:45 ഇവിടെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഓടിക്കും. മാനൊക്കെയാണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാനൊക്കെ ഞങ്ങളടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വ്ളോഗ് എടുത്തോണ്ടിരിക്കല്ലേ. പൈസയിൽ ഞങ്ങൾ പോകുന്ന അന്ന് ആരുടെ അങ്ങോട്ട് പോകണ്ടോ ചോദിച്ചു. ആദ്യം പറഞ്ഞ ഞാൻ ഒറ്റക്കാണ്, പിന്നെയാണ് പറഞ്ഞ് ഞങ്ങൾ ഫാമിലിയാ പോകണം. ഇവൻ നേരെ UK നിന്നാണ്. UK സെയിം ഡേ. ഓൻ നേരത്തെ എത്തി. ഓൻ 10:10 എത്തി. ഞങ്ങൾ 12 മണി. ഇനി പോണതും അങ്ങനെ തന്നെയാണ്. ഓൻ ആദ്യം പോകും. ഇതാണ് ട്ടോ പാലസിന്റെ എൻട്രി. ഓക്കെ കൗണ്ടറുണ്ട് കയ്യില്. മനസ്സിലായി. പാലസ് ഓക്കെ. മുത്തുമോളെ എന്റെ ആംഗിളിൽ വേണമെങ്കിൽ നിർത്താട്ടോ. ഇതാണ് പാലസ് കേട്ടോ. ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം നമുക്ക് അല്ലേ? ഉള്ളിൽ കയറണമെങ്കിൽ അപ്പൊ ടിക്കറ്റ് തരണത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് പാലസിന്റെ മൊത്തം. അങ്ങനെ മോൾക്ക് പോലല്ലേ? അല്ല ഇതല്ല, ഇത് പാലസിന്റെ ശരിക്കും പറഞ്ഞ പാലസിന്റെ ഇതിലൊരു ഹോട്ടലാണ്. ഒറിജിനൽ പാലസ് ആയിട്ട് ബാക്കിലുണ്ട്, കടലിനപ്പുറത്ത് കാണാണ്ട്. അവർക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടും ഇല്ല, ടിക്കറ്റ് എടുക്കാതെയും ഇല്ല. ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയത്. ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. മക്കളെ ഇതാണ് കേട്ടോ പാലസ്. ഓക്കെ, അബുദാബിയിലുള്ള ഒരു പാലസാണിത്. നമ്മളെ ഫാമിലി വന്നിറങ്ങണേ. വരും നിങ്ങൾ പോരി പാത്രം കടച്ചിട്ട് പോരി. ഓക്കെ, കണ്ട് നിങ്ങൾ പാലസിൽ വരി കുറച്ചുകൂടി പോരി, ഇവിടേക്ക് പോരി. പെട്ടെന്ന് വേണ്ട, നമുക്ക് സമയമല്ല, അതാ മെയിൻ പ്രശ്നം. നിങ്ങൾ അവിടെ ഇവിടെയും പറയണ്ടല്ലോ, നിങ്ങൾ സമയം കളയല്ലേ. ചെക്കിങ് നമുക്ക് പിന്നെ ചെയ്യാം. ഇങ്ങോട്ട് വരണ്ട വരി. ഇതാണ് പാലസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലുള്ളത്. ആക്ച്വലി ഇത് പാലസ് അല്ല, പാലസിൻ്റെ അതേപോലത്തെ ഒരു ഹോട്ടൽ. ഓക്കെ, പാലസ് ഈ കടലിൻ്റെ അങ്ങേ അപ്പുറത്ത് നമുക്ക് കാണാം കണ്ടുകൊണ്ട്. അതാണ് പാലസ്. അതിലേക്ക് എൻട്രി ഒന്നുമില്ല. ഇത് നമുക്ക് ആ പാലസിൻ്റെ പോലെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂം എടുത്ത് താമസമൊക്കെ ചെയ്യാം. ഫുഡ് വേണമെങ്കിൽ അവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, അവിടെ വീഡിയോ അലൗഡ് അല്ല. പിന്നെ പാലസ് ഇതാ മുകളിൽ കണ്ടില്ല, ഉണ്ടോ ഇത്ര നേരമാണ്. ഇതാണ് പാലസ്. ഓക്കെ, എന്തിനാ നാട്ടിലത്തെ 1 ലക്ഷം രൂപയാണ് ഇവിടെ ഒരു ദിവസം. അത് വിഷയമല്ല. അപ്പൊ നമ്മളെ പാലസ് കണ്ടില്ലേ? അറിയൂടെ ഇതാണ് നമ്മളെ പാലസ് കേട്ടോ.
ഓ പിന്നെ വന്നോളൂ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തെടുത്താണ് എല്ലാവരും കൂടി. വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ നമ്മൾ ഇറങ്ങിയിട്ട് ഡിസേർട്ടൊക്കെ പോവാണ് കേട്ടോ. വരി പാലസ് ഉണ്ടാ. പാലസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസേർട്ടാണ്. വണ്ടി ഇങ്ങോട്ട് വന്നോളൂ. നമ്മൾ ഡിസേർട്ടിലേക്കാണ് പോണത്. ഓക്കെ, അടുത്ത നമ്മളെ ലക്ഷ്യം ഡിസേർട്ടാണ്. നേരം വഴുകി, സമയം ഭയങ്കര ഷോർട്ടായിപ്പോയി. ദുബായിൽ നിന്ന് വന്നിട്ട് അബുദാബിയിൽ വന്നിട്ട് അബുദാബിലത്തെ എല്ലാം കൂടി നടക്കില്ല. 1-2 ഓക്കെ ആയിരുന്നു. ഇത് എല്ലാം ഒരേ ദിവസമായപ്പോഴേ കുറച്ച് ഷോർട്ടായി നമുക്ക്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ പിന്നെ നേരെ ഡിസേർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഡിസേർട്ടിൻ്റെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണ് തൻവീറ? നമ്മൾ പോണം അൽ ഖത്തീം എന്ന് പറഞ്ഞ ഡിസേർട്ടിലേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 മണിക്കൂർ 11 മിനിറ്റ് റണ്ണിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ എത്തേണ്ട സമയം 5:52 പറഞ്ഞത്. നമ്മളോട് പറഞ്ഞ 5:30 എത്താനല്ല. എന്തായാലും 20 മിനിറ്റ് ഞങ്ങൾ ലേറ്റാണ്. ഞാൻ അവിടെ എത്തിയിട്ട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം. കാരണം 5:30 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ആ ലാൻഡ് ക്രൂസർ നമുക്ക് പോകാനുള്ളത് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ പള്ളിയിൽ കയറി അതെന്നെ ഒരു നേരം കാണാനുണ്ട്. പിന്നെ അവിടെ കുറച്ച് സമയം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ ഇപ്പോൾ പാലസിൽ കയറി. ആദ്യം പാലസിൽ കയറണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ പാലസ് കണ്ടു നോക്കുമ്പോൾ കയറാതെ പോരാൻ തോന്നില്ല. അപ്പോൾ പാലസിൽ കയറി അതിൻ്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേന് നേരം വഴുകി. ഇപ്പം നമ്മൾ ഓൾറെഡി 20 മിനിറ്റ് ലേറ്റിലാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ സലാമിനെ വിളിച്ച് പറയാം, എന്തെങ്കിലും ചെയ്തോളൂ. ഓക്കെ, പക്ഷെ പാലസിൽ ഇപ്പം നമ്മൾ കയറിയ പാലസിലേ ഇനി ആരായിട്ട് വരികയാണെങ്കിൽ മിനിമം 1 മണിക്കൂർ കൊടുക്കുന്നുണ്ട് മിനിമം. കാരണം അതിനുള്ള സ്കോപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. 1 മണിക്കൂറും തികയില്ല. അതേപോലെ മിനിമം 1 മണിക്കൂർ കൊടുക്കണം. കാരണം അതിന് മാത്രം അതിൽ റീൽ ആംഗിൾ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ആംഗിൾ ഉണ്ട്, പല ആംഗിൾ. ഇപ്പൊ ആകെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കുറച്ചിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഓടി നടന്ന് ഷൂട്ട് ചെയ്തു. ടൈമില്ലാത്ത കാരണം അവിടെ ഒരുപാട് ആംഗിൾ ഉണ്ട്. നമ്മൾ ഈ രാജാക്കന്മാർ ഇരിക്കുന്ന കളശാലകളുണ്ട്. അതിനൊക്കെ ആൾക്കാർ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാറിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ അപ്പന്നല്ലോ. അപ്പൊ വെയിറ്റ് ചെയ്ത് അവർ മാറുമ്പോൾ നമുക്ക് അവിടെ പോയി ഷൂട്ടൊക്കെ ചെയ്താൽ നല്ല രസമായിട്ടൊക്കെ കിട്ടും. പക്ഷെ നമ്മളിത് സമയമില്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങള് കട്ട് ഓഫ് ചെയ്തു. നമ്മള് കണ്ടു. ഓക്കെ, നമ്മളിപ്പോ ഏകദേശം അബുദാബിയിൽ തന്നെ സിറ്റിന്നൊക്കെ വിട്ട് മരുഭൂമിയിലേക്ക് എത്തി. ഈ നമുക്കൊരു 20 മിനിറ്റ് ഈ റണ്ണിങ് ഉണ്ട്. പ്രൈവറ്റ് വണ്ടികളാണ് മക്കളെ. അവർക്കത് വിഷയമല്ല. ഡയറക്റ്റ് റോഡിൽ കൂടെ പോകുമ്പോൾ പോകുമ്പോഴാണ്. അതിന് സ്പെഷ്യൽ ലൈസൻസ് നല്ല പൈസയാണ്. അവർക്ക് മണലിന്റെ ലെവലിൽ നോക്കിയിട്ട് ഓടിക്കാൻ അവർക്കറിയാം. ഇത് അറബിയിൽ നമ്മളേക്ക് ലാൻഡ് ക്രൂസർ നമുക്ക് ഓടിക്കാം. പക്ഷെ